ഡാൻ ഇപ്പോൾ PC ജോർജിന്റെ രോഷം അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇദ്ദേഹത്തിന്റെ പേര് കൂടി ചേർത്ത് വെച്ചാണ്, സരിതയുടെയും PC ജോർജിന്റെയൊക്കെ പേര് ചേർത്ത് വെച്ചാണ് ഈ ADGP ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഷാജ് കിരൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളോട് ആ രോഷം നമ്മൾ ഓൺ എയറിൽ കേട്ടു. PC-യുടെ ഷാജ് കിരണിനെ തീർത്ത് കളയുമെന്നാണ് PC ഇപ്പോൾ ഭീഷണിപ്പെടുത്തി മടങ്ങിയിരിക്കുന്നത്. ഇത് അന്നും ഒക്കെ ഇത് ഒരുപാട് ചർച്ചയായതാണ്. അന്ന് PC ആക്റ്റീവായിരുന്നു. പക്ഷേ ഇപ്പോൾ PC അത്ര പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്കും ചാനലുകളുടെ മുമ്പിൽ ചർച്ചയ്ക്കും സംസാരിക്കാനോ ഒന്നും വരുന്നില്ല. അതിൻ്റെ രാഷ്ട്രീയ മാറ്റം കൊണ്ടൊക്കെ ആയിരിക്കാം അത്. പക്ഷെ അപ്പോഴും ഈ സ്വർണ്ണക്കടത്തിൻ്റെ അതിനുശേഷമുള്ള അന്വേഷണത്തിൻ്റെ നാൾ വഴികൾ ചികഞ്ഞു നോക്കിയാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റമുണ്ട്, ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു തലത്തിലും അന്വേഷണം മുന്നോട്ട് പോകാത്ത പശ്ചാത്തലമുണ്ട്. ഇതിൽ പ്രതികളായ ആളുകളൊക്കെ ഇപ്പോൾ മനസ്സമാധാനത്തോടെ കഴിയുന്ന സാഹചര്യം കൂടിയുണ്ട്. അതല്ലേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും സമയങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്ക് പല സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ഇത്രയും തന്ത്രപ്രധാനമായ ഒരു കേസാണ്, ഒരു ഭരണകൂടത്തെ പിടിച്ചുകുലുക്കിയ കേസാണ്, ഇന്ത്യ മുഴുവൻ ചർച്ചയായി മാറിയ ഒരു കേസാണ്. അങ്ങനെ ഒരു കേസിന്റെ അന്വേഷണം എങ്ങും എത്താതെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, അത് കേവലം ഒരു M ശിവശങ്കറിൽ മാത്രം ഒതുങ്ങി എന്ന് പറയുമ്പോഴാണ് അവിടെ എന്ത് തരത്തിലുള്ള അന്തർധാരയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി സജീവമായ ചർച്ചകളിലേക്ക് വരുന്നത്. PC ജോർജ് അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഒരാളോട് നടത്തിയ രോഷപ്രകടനം തന്നെയാണ് നമുക്ക് അല്പസമയം മുമ്പ് കേൾക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഈ വാട്സാപ്പ് ചാറ്റ് നടന്നിരിക്കുന്നത് 2022 ജൂൺ 8 തീയതിയാണ്. അതാണ് എടുത്തു പറയാനുള്ളത്. 2022 ജൂൺ 8 നടന്ന ഈ ഒരു വാട്സാപ്പ് സന്ദേശങ്ങൾ കൈമാറുന്നതിൽ അന്ന് മുതൽ ഇന്നുവരെ MR അജിത് കുമാറോ ഷാജ് കിരണോ ഇതിനു മുമ്പ് അവർ തമ്മിൽ ഇങ്ങനെ ഒരു അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നുവെന്ന് പൊതുവിൽ സമ്മതിച്ചിട്ടില്ല. ഷാജ് കിരൺ പറഞ്ഞത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് MR അജിത് കുമാറിന്റെ ഫോൺ നമ്പർ എടുത്ത് വിളിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയായിരുന്നു ആ ഘട്ടത്തിൽ വിവാദങ്ങൾക്ക് തുടക്കമായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നത്. MR അജിത് കുമാർ ആകട്ടെ ഷാജ് കിരണുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് എങ്ങനെ ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത രണ്ടുപേർക്കിടയിൽ ഇങ്ങനെ തുടർച്ചയായി ഫോണിൽ വിളിക്കാനും സന്ദേശങ്ങൾ കൈമാറാനുമുള്ള എന്ത് വ്യക്തിബന്ധമാണ് ഷാജ് കിരണും MR അജിത് കുമാറും തമ്മിലുള്ളത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തുടർച്ചയായി ഷാജ് കിരണിന്റെ ഫോണിലേക്ക് MR അജിത് കുമാർ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അതോടൊപ്പം വിജിലൻസ് തലപ്പത്തിരുന്ന MR അജിത് കുമാറിന് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ട് നിൽക്കുന്ന സരിത്തിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള എന്ത് ഔദ്യോഗിക ചുമതലകളാണുള്ളത്? അതൊന്നുമില്ലാതെ നമ്മുടെ പോലീസ് സംവിധാനങ്ങളും മറ്റ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഒക്കെ ഇവിടെ സജീവമായിട്ട് നിൽക്കുമ്പോൾ മറ്റാരും അറിയാതെ അതീവ രഹസ്യമായി ഈ സരിത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ MR അജിത് കുമാറിനുണ്ടായ ചേതോവികാരം എന്താണ്? അത് മറ്റാരുടെയെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അതിനുശേഷം MR അജിത് കുമാറിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഉയർച്ചകൾ എന്തൊക്കെയാണ്? ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആഭ്യന്തര വകുപ്പിനെ സമ്മർദ്ദത്തിലാക്കുന്ന എന്തോ ഒന്ന് MR അജിത് കുമാറിന്റെ കൈവശമുണ്ട് എന്ന സംശയം ബലപ്പെടുത്തുന്നത്. അതോടൊപ്പമാണ് ഇത്രയും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടും അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനപ്പുറത്തേക്ക് ക്രമസമാധാന ചുമതലയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നതിന് പിന്നിലും എന്തോ സംശയങ്ങളുണ്ട് എന്ന് ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ തെളിവുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ ഷാജ് കിരണും ഡാൻ കുര്യനുമായി സംസാരിച്ചിരുന്നു. ഡാൻ കുര്യൻ ചില കാര്യങ്ങൾ പറഞ്ഞു. 2022 കാര്യങ്ങളാണ്. അന്ന് സ്വർണ്ണക്കടത്ത് വല്ലാത്ത തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ ആ സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അന്വേഷണം പിന്നീട് നടന്നു. പക്ഷെ അതൊക്കെ എവിടെ എത്തി എന്നുള്ളത് നമ്മളിപ്പോഴും ചികഞ്ഞ് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസും ഉദ്യോഗസ്ഥരും ഇതിൻ്റെ അന്വേഷണ സംഘവുമൊക്കെ നിശബ്ദതയിലാണ് എന്നുള്ളതാണ്.